പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നിയമസഭാ പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സതീശനെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ആവശ്യമുന്നയിച്ച് സ്പീക്കറുടെ ഡയസിന് ഉള്ളിൽ കയറി ബഹളം വയ്ക്കുകയും ചെയ്തു. പിന്നോക്ക വിഭാഗത്തെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വി ഡി സതീശൻ സംസാരിച്ചത്. നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി ചർച്ചയില്ലാതെ സഭ പിരിയുകയും ചെയ്തു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഇന്ന് വളരെ വേറിട്ട പ്രതിഷേധത്തിനാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. അതായത് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള പ്രതിഷേധം ഉയർത്തിയായിരുന്നല്ലോ ഇന്ന് പ്രതിപക്ഷം സഭയിൽ സ്പീക്കറുടെ ചേംബറിന് മുമ്പിൽ അവരുടെ അമർഷം രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ പ്രതിഷേധം തുടരുന്നതിനിടെ വളരെ പെട്ടെന്ന് സഭാ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു തൻ്റെ പ്രസംഗം സ്പീക്കർ മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയെന്ന്. കൂടുതൽ വിവരങ്ങൾ ടിൻഡു ദാസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർലമെന്റിൽ ഉൾപ്പെടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി പറയാനിരിക്കുകയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ബഹളമുണ്ടാക്കിയതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കും. പ്രതിപക്ഷം, അതായത് അടിയന്തര പ്രമേയത്തിനു ശേഷം ശ്രദ്ധ ശേഷം സബ്മിഷൻ ആദ്യ ചോദ്യം തന്നെ സംസ്ഥാനത്തെ പാതിവില തട്ടിപ്പിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതായിരുന്നു ആദ്യ സബ്മിഷനിലെ ചോദ്യം. നമുക്കറിയാം, ഈ CPM-ലെയും അതോടൊപ്പം തന്നെ UDF-ലെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ പാതിവില തട്ടിപ്പുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചർച്ച കൂടി ഇരിക്കുകയാണ് ഇത്തരത്തിലൊരു ബഹളം സഭയിലുണ്ടാവുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് അനുവദിക്കുന്ന തുകയിൽ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി AP അനിൽകുമാർ കൊടുത്ത ഉപക്ഷേപത്തിൽ ചർച്ച വരുന്നു. ഉപക്ഷേപം സഭയിൽ അവതരിപ്പിക്കുന്നു. അത് ഭരണപക്ഷത്ത് നിന്ന് OR കേളു അതിന് മറുപടി പറയുന്നു. തുടർന്ന് ഉപക്ഷേപം അവതരിപ്പിച്ച AP അനിൽകുമാർ അതിൽ സംസാരിക്കുന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു. 9ാമത്തെ മിനിറ്റ് എത്തുമ്പോഴേക്കും സ്പീക്കർ അതിൽ ഇടപെടുന്നു. അപ്പോൾ ഈ ഇടപെട്ടത് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിക്കുന്നു. സ്പീക്കർ തനതായി ഇത്തരത്തിൽ സഭയിൽ നമ്മൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ സഭാംഗങ്ങൾ സംസാരിക്കുന്ന സമയം എന്ന് പറയുന്നത് സ്പീക്കറുടെ ഔദാര്യമല്ല, തങ്ങളുടെ അവകാശമാണെന്ന് വാദം ഉന്നയിക്കുന്നു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭാ നടത്തലത്തിലേക്ക് ഇറങ്ങി പ്ലക്കാർഡ്സുമായിട്ട് സഭാ നടത്തലത്തിലേക്ക് ഇറങ്ങുന്നു. സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്നു. വലിയ രീതിയിലുള്ള തർക്കവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ബഹളവും ഉണ്ടാകുന്നു. തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോകുകയും തുടർന്ന് ഈ സഭാ നടപടികൾ പെട്ടെന്ന് അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്നു. ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് വന്നു. സബ്മിഷന്റെ മറുപടി മേശപ്പുറത്ത് വെക്കുന്നു. തുടർന്ന് ധനാഭ്യർത്ഥന കഴിഞ്ഞ് സ്പീക്കർ ഏതാണ്ട് 11:20-26 കൂടി സഭാ നടപടികൾ അവസാനിച്ച് സഭ മാർച്ച് 3-ാം തീയതി തീരുമെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുകയാണ്. ഒരു വിഷയങ്ങളിൽ പോലും ചർച്ചയോ ഒന്നും കൊണ്ടുവരാതെ നിസ്സാരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തർക്കങ്ങൾ ഏർപ്പെടുകയും സഭ അലങ്കോലമാക്കുകയും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ജനങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങളൊന്നും ഇന്ന് സഭയിൽ ചർച്ച ചെയ്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനോദ്, അതുതന്നെയാണ് ഏറ്റവും ജനങ്ങൾക്ക് അറിയേണ്ടതും ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതുമായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ സാങ്കേതിക കാരണങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചു. ആ തക്കം നോക്കി സഭ വളരെ പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയുകയും ചെയ്തിരിക്കുന്നു.